അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. 50 സാധാരണ രീതിയിൽ പോലെ തന്നെ 50 മാർക്കിന് ഫസ്റ്റ് റിട്ടേൺ എക്സാമാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. പിന്നെ ക്വസ്റ്റ്യന് ബസ്മല എന്ന് പറഞ്ഞാലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പേജ് നമ്പർ 25 നമ്മളത് പഠിക്കുന്നുണ്ട്. തസ്ബീഹ് സുബ്ഹാനല്ലാഹ്. ഉളുവിൻ്റെ ഒരു കാര്യം ഇതിൽ പറയുന്നത് മളുമലയാണ്. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ പേര്. നിസ്കാരം ഏതാണ്? ളുഹറാണ് ഇതിലുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് അള്ളാഹുവിൻ്റെ പേരുകൾ എഴുതാനാണ് പറയുന്നത്. ജബ്ബാറുണ്ട്. അപ്പോൾ പഠിച്ചൊരു 4 അള്ളാഹുവിൻ്റെ പേര് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യന് 9 മാർക്കിനുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ നോമ്പിൻ്റെ പാഠത്തിൽ പഠിക്കുന്നത്, ഫസ്റ്റ് ഭാഗത്ത് പഠിക്കുന്നതാണ്. അത് ക്രമത്തിലാക്കി കൊടുക്കാം. അല്ലാഹുമ്മ ലക സംതു വഅല റിസ്ഖക അഫ്തറതു, അതാണ് ഇതിൻ്റെ ഓർഡർ. പിന്നെ അതുപോലെ പേജ് നമ്പർ 20 നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വജഅലന മുസ്ലിമീൻ. ഓക്കെ, ഇനി അടുത്തത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഹദ്ദാദിലും ഷാനിയാഷൊക്കെ ചൊല്ലുന്ന ഒരു ദിക്റാണ്. എല്ലാ ഡെയിലി ചൊല്ലുന്ന ഒരു ദിക്റാണിത്. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. ഓക്കെ, ആ ഒരു ക്രമത്തിലാണ് ഇത് എഴുതേണ്ടത്. അത് പേജ് നമ്പർ 36 എഴുതുന്നത്. അത് അത്രയേ ഉള്ളൂ കേട്ടോ. റിട്ടേൺ എക്സാം ഇത്രയേ ഉള്ളൂ. പിന്നെ ഫുള്ള് എന്താണ്? ഓറൽ എക്സാമാണ്, ചൊല്ലിക്കൊടുക്കേണ്ടതാണ്. നതദക്കർ വനഖൂൽ മൻ മാ അൻഅമല്ലാഹ് അലാ, പേജ് നമ്പർ 38 ഇതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. അപ്പോൾ നതദക്കർ വനഖൂൽ ഇവളായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള 3 സെലക്ട് ചെയ്തിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. മാ അൻഅമല്ലാഹു അലാ ഡാഷ്, പേജ് നമ്പർ 38 അത് വരുന്നത്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പേജ് നമ്പർ 19. പിന്നെ യാ യുഹന്നാസ് അഫ്ഷുസ്സലാം എന്ന് പറഞ്ഞിട്ട് എളുപ്പമുള്ള ഒരു ഹദീസാണ്. പിന്നെ 4 റബ്ബി റഹ്മഹുമാ കമാ റബ്ബിയാനി സഗീറ, എപ്പോഴും നമ്മൾ ചൊല്ലുന്ന ഒരു ദുആണ്. പിന്നെ ദിലല്ലാഹു ഫി ദിലൽ വാലിദൈൻ വസഖ്തുല്ലാഹ് ഫി സഖ്തിൽ വാലിദൈൻ എന്ന് പറയുന്ന ഹദീസാണ്. അപ്പോൾ അതാണ്. പിന്നെ ഇതിൽ നിന്ന് 3 നമ്മൾ എന്താക്കുക, ചൊല്ലിക്കൊടുത്താൽ മതി. ഇനി അടുത്തത് പോയംസ് ആണ്, അറബിക്കിലെ പദ്യങ്ങൾ. അത് ഇതിലേതെങ്കിലും ഒരു പദ്യം എന്താക്കുക, കാണാതെ ഇവിടെ പറയുന്ന ഇടത്ത് വരെ എന്താക്കുക, ചൊല്ലിക്കൊടുക്കുക. പിന്നെ നതദക്കർ വനക്മിലും, ഒന്നെങ്കിൽ വജ്ജഹദോദ അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. നമസ്കാരത്തിൽ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് ഉണ്ടല്ലോ, അത് ചൊല്ലിക്കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ചൊല്ലിക്കൊടുക്കുക. 3 മാർക്കാണ്. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നത്ലു മുജവ്വിദ്. നത്ലു മുജവ്വിദ് എന്ന് പറഞ്ഞാൽ പിന്നെ തജ്വീദോട് കൂടിയിട്ട് ഓതാനാണ്. ഇത് കാണാതെ ഓതണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. തജ്വീദ് കാണാണ്ടായാലും കണ്ടിട്ടായാലും തജ്വീദ് നിർബന്ധമാണ്. തജ്വീദിനനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ മാർക്കിടാം. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് സൂറത്ത് മുൽക്കാണ്. പിന്നെ ഇത് അൽ ജസ എന്നുള്ള സൂറത്ത് റഹ്മാൻ, മസ്സമ റഫ അതും സൂറത്ത് റഹ്മാൻ, സുമർജൽ ബസറ എന്ന് പറഞ്ഞാൽ അത് സൂറത്തുൽ മുൽക്കാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ, ഇത് ബാങ്കിന് ഇഖാമത്തിനൊക്കെ ശേഷം നമ്മൾ ചൊല്ലുന്ന ദുആ ആണ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ വൃത്തിക്ക് ചൊല്ലിക്കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യന്. ഒറ്റയടിക്ക് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഓരോ പാഠഭാഗം വിശദീകരിക്കുന്ന വീഡിയോ ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.